ദീപികയും വിമർശിച്ചു, സുപ്രഭാതവും വിമർശിച്ചു. രണ്ടിൻ്റെയും നടുക്കുള്ളത് കോൺഗ്രസ്സാണ്. രണ്ടുപേർക്കും കോൺഗ്രസിൻ്റെ നിലപാട് അത്രമേൽ അങ്ങോട്ട് തൃപ്തിപ്പെട്ടില്ല. അപൂർവമായാണ് ഇങ്ങനെയും ഈ രാഷ്ട്രീയ പൊതുസാമൂഹ്യ മണ്ഡലത്തിൽ ചില വിഷയങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. ഏതായാലും വളരെ രസകരവും വിചിത്രവുമാണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നിലപാടും അതിനെക്കുറിച്ച് കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന ഇത്തരം ചർച്ചകളും. വഖഫ് ബില്ല് കഴിഞ്ഞ ദിവസം രാജ്യസഭയും പാസ്സാക്കി. ഏതാണ്ട് രാത്രി 4 മണിയോടെയാണത്രേ ബില്ല് പാസ്സാക്കിയത്. രണ്ട് സ്ഥലത്തും ഇന്ത്യ മുന്നണി വളരെ ശക്തമായ പ്രതിഷേധവും വിയോജിപ്പും പ്രകടിപ്പിച്ചു. ആ വിയോജിപ്പിന് നിദാനമായി ഇന്ത്യ മുന്നണിക്കാരുയർത്തിയത് ഇത് ഭരണഘടനയുടെ ഈ മൗലികാവകാശങ്ങളിലൊന്നായ മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഇത് ഒരാൾക്ക് സംഭവിച്ചാൽ നാളെ മറ്റൊരാൾക്ക് സംഭവിക്കാം എന്ന നിലയിലാണ്. ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് എംപിമാർ ഈ പറയുന്ന സംഗതിയിൽ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നും ഇത് ജനങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുന്ന നിലപാടാണെന്നുമാണ് KCBCയും അതുപോലെ തന്നെ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയും ഒക്കെ നിലപാട് സ്വീകരിച്ചത്. എന്നാൽ അതിലെ രാഷ്ട്രീയ നിലപാട് അങ്ങനെയല്ല. തങ്ങൾ ഈ ബില്ല് ന്യൂനപക്ഷ സമുദായത്തിനാകെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭരണഘടനാവിരുദ്ധമായ നടപടിയെ എതിർക്കുന്നു എന്ന നിലയിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നിലപാട് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, ഹൈബി അടക്കമുള്ള ആളുകൾ പാർലമെൻറ്റിൽ ഇതിനെതിരെ സംസാരിക്കുകയുമൊക്കെ ചെയ്തു. സംസാരിച്ച കേരളത്തിൽ നിന്നുള്ള എംപിമാരെല്ലാം മുനമ്പം വിഷയത്തെക്കുറിച്ച് മറ്റൊരു തരത്തിൽ പറയുകയും ഈ ആക്റ്റിനെക്കുറിച്ച് വേറിട്ട അഭിപ്രായവുമാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതും സവിശേഷമായൊരു സംഗതിയാണ്. അതെല്ലാം കഴിഞ്ഞ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാതിരുന്നതും പ്രിയങ്ക ഗാന്ധി ഇല്ലാത്തതും സാമൂഹ്യ മാധ്യമത്തിലൂടെ ചർച്ചയായി തുടങ്ങി. സത്താർ പാന്തലൂർ അടക്കമുള്ള സമസ്തയുടെ ചില നേതാക്കളൊക്കെയും പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യവും പിന്നെ സാക്ഷാൽ നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ മൗനവും ഒക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളാക്കിയത്. അതിനുള്ള മറുപടി കോൺഗ്രസ് പറഞ്ഞുവെങ്കിലും അതിലൊന്നും തൃപ്തിയായില്ല എന്നതിൻ്റെ തെളിവാണ് സമസ്തയുടെ പത്രത്തിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മുഖപ്രസംഗം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ലിനെ എതിർത്തു എന്നുള്ളതിലല്ല അവരുടെ പ്രാധാന്യം. ഈ ബില്ല് എതിർത്തപ്പോൾ അവരുദ്ദേശിക്കുന്നവരാരും എതിർത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ എഡിറ്റോറിയൽ എന്ന് പറയുന്ന സംഗതിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ മുണ്ടുപാറ മാഷിൻ്റെയൊക്കെ വിനോദമാണെന്നാണ് കുറേ പേർ പറയുന്നത്. ഒരു വശത്ത് അങ്ങനെയാണെങ്കിൽ മറുവശത്ത് ദീപികയാവട്ടെ തങ്ങളെ ആരും മതേതരത്വം പഠിപ്പിക്കേണ്ടെന്നും എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന തരത്തിൽ അവരും എഴുതി എഡിറ്റോറിയൽ. അതിൽ അവരാവർത്തിച്ചത് നേരത്തെ പ്രഖ്യാപിച്ച നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതായത് കേരളത്തിലെ എംപിമാർ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എതിർത്തതിനെക്കുറിച്ചാണ്. കൂടാതെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ക്രൈസ്തവ പുരോഹിതന്മാരെയും ദേവാലയങ്ങളെയും ആക്രമിക്കുന്നത് തങ്ങൾ കാണുന്നുണ്ടെന്നും അതാരും തങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ളതുമാണ് അവരുടെ നിലപാട്. അവർ കോൺഗ്രസിനെയും CPIMനെയും അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളെയും എല്ലാം ഒരേ തരത്തിൽ തന്നെ എതിർക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ മുസ്ലിം വിഭാഗം എന്ന് പറയപ്പെടുന്നവരുടെ പ്രതിനിധി പത്രവും ക്രൈസ്തവ വിഭാഗം എന്ന് പറയപ്പെടുന്നവരുടെ പ്രതിനിധിയായിട്ടുള്ള പത്രവും ഒരുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നിലപാടിൽ ഒട്ടും തൃപ്തിയില്ല എന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേർക്കും തൃപ്തിപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നും അതുകൊണ്ട് അത് രണ്ടും തള്ളിക്കളയുകയാണെന്നും തങ്ങൾ ഭരണഘടനയുടെ മൂല്യങ്ങളെയാണ് ഉയർത്തിപ്പിടിച്ചതെന്നുമാണ് കോൺഗ്രസിൻ്റെ വാദം. ജനങ്ങൾക്ക് ഇതിൽ വിശകലനം ചെയ്യാം, തീരുമാനിക്കാം, അഭിപ്രായം പറയുകയും ചെയ്യാം.